അവരെ അനുഗ്രഹിച്ചു. എന്ന് വെച്ചാൽ ഭാവികാലം പറയുന്ന ആരാണ്? പ്രവാചകൻ അല്ലേ? പറയാനുള്ള കാര്യം പറയുന്നത് പ്രവാചകനാണ്. അപ്പൊ യാക്കോബ് അവിടെ ആരായി മാറി? ഒരു പ്രവാചകനായി മാറി. പിള്ളേരെ എല്ലാം അങ്ങോട്ട് ദൂത് പറയാൻ തുടങ്ങിയപ്പോൾ സാധാരണ ആരും പറയാത്ത പേരൊക്കെയാ പറഞ്ഞു. നമ്മുടെ പിള്ളേരെ പോലും മൃഗങ്ങളുടെ പേര് നമ്മൾ പറയാറില്ല. ഈ യാക്കോബ് പിള്ളേരെ എല്ലാം ഒരുത്തൻ ചെന്നായാണ്, ഒരുത്തൻ സിംഹമാണ്, വേറൊരുത്തൻ കഴുതയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പിള്ളേരെ ഇങ്ങനെ ഓരോന്നോന്ന് പറഞ്ഞ പിള്ളേരെ പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ തമാശന് പോലും നമ്മുടെ പിള്ളേരെ മൃഗങ്ങളുടെ പേര് ചേർത്ത് വിളിക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ ദൈവമക്കൾ അങ്ങനെ വിളിക്കാറില്ലല്ലോ. എന്നാൽ സമൂഹത്തിലൊക്കെ നമുക്ക് അങ്ങനെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റും. നമ്മുടെ സഹോദരങ്ങളെ പോലും നമ്മുടെ പ്രിയപ്പെട്ടവരാരെ അങ്ങനെ നമുക്ക് വിളിക്കാൻ പാടില്ല. എന്നാൽ യാക്കോബ് ഇങ്ങനെ വിളിച്ചെങ്കിലും അവന്മാരെല്ലാം ആ സ്വഭാവക്കാരായാണ് വിളിച്ചത്. സ്വത്രം ഈ സ്വഭാവക്കാരായ ഈ 12 പിള്ളേരും ഇവ മേശപ്പുറത്ത് വന്നിരിക്കുന്നുണ്ടോ? ഇവന്മാർക്കെല്ലാം കടിച്ചു കീറുന്ന അനുഭവം അതുപോലുള്ള കുഴപ്പക്കാരായിരുന്നു. ഇവനൊക്കെ 4 കാലും വാലും തലയെല്ലാം ഉണ്ടായിരുന്നു. ഈ വാലും തലയും കാലും എല്ലാം വെട്ടി ഇവനെ രൂപപ്പെടുത്തി അരച്ചുരുട്ടി അപ്പമാക്കിക്കൊണ്ട് വെച്ചേക്കുക. നമ്മുടെ മുമ്പിൽ വിശ്വാസം ഇതുപോലാകട്ടോ. പല സ്വഭാവക്കാരായിരുന്നു, പല പ്രകൃതിക്കാരായിരുന്നു, പല മൃഗങ്ങളുടെ സ്വഭാവങ്ങളായിരുന്നു. ഇവനെ എല്ലാം അരച്ചുരുട്ടി ഒരപ്പം പോലെ ഇവിടെ വെച്ചിരിക്കുക. സ്വത്രം പറയാൻ പറഞ്ഞാൽ പറഞ്ഞോണം, കൈ ഉയർത്താൻ പറഞ്ഞാൽ ഉയർത്തിക്കോണം, എഴുന്നേക്കാൻ പറഞ്ഞാൽ എഴുന്നേറ്റോണം, ഇരിക്കാൻ പറഞ്ഞാൽ ഇരുന്നോണം. സ്വത്രം അല്ലേ? ഇതത്രേ ഇന്നത്തെ വിശ്വാസിയുടെ ഒരു അനുഭവം എന്ന് പറയുന്നത്. ഈ അനുഭവത്തിലായിരിക്കുന്നതായ ആ ജനം അവരെവിടെ ഇരിക്കുന്നു? ഇപ്പോൾ പഞ്ചവൃക്ഷമടക്കി ശാന്തമായി ആരാധനയോടുള്ള ബന്ധത്തിൽ മേശപ്പുറത്ത് വന്നിരിക്കുന്നു. ഇത് പുതിയ നിയമസഭയ്ക്കുള്ള ഒരു മാതൃകയാണെന്നും കൂടെ നാം ഓർക്കുക. നമുക്കിപ്പം അങ്ങനെയുള്ള ഇസ്രായേലിനോടുള്ള ബന്ധത്തിലുള്ള ക്രമീകരണമൊന്നും അല്ലെങ്കിലും ആദ്യം പറഞ്ഞ 2 കാര്യം ശരിയാണല്ലേതാ? ഒന്ന് ആത്മീയ ആരാധനയും, മറ്റൊന്ന് പ്രാർത്ഥനയും. ഈ ആരാധനയുടെയും പ്രാർത്ഥനയുടെ ഇടയിലെ വിശ്വാസികൾ നിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ആകെപ്പാടെ കുഴഞ്ഞു പറഞ്ഞു പോകും. ഇന്നത്തെ കാലത്തെ പറ്റി ഞാൻ പറയാറ് നമുക്കറിയാം. വളരെ തകർച്ചയുടെ ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇന്നത്തെ സമൂഹം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുകയും ഇന്നത്തെ യുവതലമുറകൾ, പ്രത്യേകിച്ച് സ്കൂൾ കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആകെ താറുമാറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തിരുനിവാസത്തിന്റെ മറവിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നിർത്തുക എന്നുള്ളത് കാര്യമാണ്. അതിനായി ദൈവകരങ്ങളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ നാം സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. രാത്രി നാം ഈ ചിന്ത കേൾക്കുമ്പോൾ ഈ ചിന്തയുടെ വ്യാഖ്യാനങ്ങളിലേക്ക് നീങ്ങുവാനുള്ളതായ സാവകാശമില്ലല്ലോ. നമുക്ക് ഈ ആരാധന നമ്മളായിരിക്കുമ്പോൾ, ഈ ദൂരം നമ്മൾ കേൾക്കുമ്പോൾ ദൈവവുമായി നമുക്കൊരു ബന്ധമുണ്ടാകും. തിരുനിവാസത്തിന്റെ മറവിൽ ഞാൻ ആയിരിക്കുന്നുവോ? എനിക്ക് ലഭിച്ചിരിക്കുന്ന എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആടുകൾ, ദൈവ കുഞ്ഞുങ്ങൾ, അവർ ദൈവകൃപയിലായിരിക്കുന്നുവോ എന്ന് നമുക്കൊന്ന് ശോധന ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. എല്ലാ ദിവസവും കുറഞ്ഞ പക്ഷം 2 നേരമെങ്കിലും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആടുകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അവരെ ആത്മീയ പ്രചോദനത്തിലേക്ക് നയിക്കുവാനായിട്ട് നാം വേണ്ട പരിശ്രമങ്ങൾ ചെയ്യണം. ആവോളം പരിശ്രമിക്കണം. കിറഞ്ഞ് പരിശ്രമിച്ചെങ്കിലേ അവരൊക്കെ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ നശിച്ച് തകർന്ന് തരിപ്പണമാകുവാനിടയാകും. എന്നാൽ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനായി ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. തിരുനിവാസത്തിന്റെ മറവ്. സ്വത്രം ഈ അപ്പം എന്നുള്ളതിനുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ ദൈവത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലും മിദ്യാന്യ പാളയത്തിൽ 2 മിദ്യാന്യ പട്ടാളക്കാര് ഒരു സ്വപ്നം കണ്ട് അതിന്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു യവയപ്പം ഉരുണ്ട് വന്ന് മിദ്യാന്യ പാളയത്തിന്മേൽ അടിക്കുന്നതായിട്ട് ഒരുത്തൻ കണ്ടു. അവൻ കേട്ടു നിന്നവനാണ് വ്യാഖ്യാനിച്ചെന്നറിയാമോ? അത് ഗിദെയോൻ തന്നെയാണ്. ഗിദെയോൻ തന്നെയാണിത്. അപ്പൊ ഗിദെയോൻ ആരായി? അവിടെ ഒരപ്പമായി മാറി. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ചില പ്രവർത്തനങ്ങൾ ചെയ്യുവാനായി നാം ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ കരങ്ങളിൽ ഇണങ്ങിയ ഒരപ്പമായി അതിനുവേണ്ടി ഇന്ന് ഈ രാത്രികാലം നമ്മെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. തിരുനിവാസത്തിന്റെ മറവിൽ നമ്മെ മറയ്ക്കുന്നവനായ ദൈവം. വിശദീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അടുത്തതായിട്ട് നമ്മൾ കണ്ടതായ പോയിന്റ് തിരു സാന്നിധ്യത്തിന്റെ മറവ്. യാത്രയോടുള്ള ബന്ധമുള്ള വിഷയമാണ്.
നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരണം. സ്വത്രം, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും എന്ന് ദൈവം നമ്മോട് പറയണം. അപ്പോൾ നമ്മുടെ യാത്രയിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കും. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് കൂടെ യേശുവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ യേശുവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. കപ്പർന്നഹൂമിലെ ഭവനത്തിൽ യേശു ഉണ്ടെന്നുള്ള ശ്രുതി കേട്ടു. നമ്മുടെ വീട്ടിൽ യേശു ഉണ്ടെന്നുള്ള ശ്രുതി കേൾക്കണം. ഇവിടെ അത്ഭുതങ്ങൾ നടക്കണം, അടയാളങ്ങൾ നടക്കണം, വീര്യ പ്രവൃത്തികൾ നടക്കണം, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടണം. സ്വത്രം, കുറഞ്ഞ പക്ഷം നമ്മുടെ വീട്ടിൽ പാട്ടും പ്രാർത്ഥനയും ആരാധനയും ഉയരണം. നമ്മുടെ വീട് ഒരു ആരാധനാ സ്ഥലമാണ്. നമ്മുടെ വീട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു മന്ദിരമാണ്. സ്വത്രം, നമുക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ കുറഞ്ഞ പക്ഷം കാലത്തും വൈകിട്ടുമെങ്കിലും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകണം. അതിനായി ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കണം. ഇസ്രായേൽ നിരകളെ വെല്ലുവിളിച്ച ഒരു മല്ലനായ ഗോലിയാത്തിനെ നമുക്കറിയാം. അവൻ 40 ദിവസം എന്നും ദിവസം 2 നേരം ഇസ്രായേൽ നിരകളെ വെല്ലുവിളിച്ചു. ഇസ്രായേൽ നിരകളെ വെല്ലുവിളിച്ച ഈ മല്ലൻ അവന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ ഇസ്രായേലിലെ ശൗൽ രാജാവോ അല്ലെങ്കിൽ പടനായകന്മാർക്കോ ആർക്കും നിൽപ്പാൻ കഴിഞ്ഞില്ല. അവരെല്ലാം പേടിച്ചു മാറുകയുണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേലിൽ ഒരു ചെറുപ്പക്കാരൻ ഈ വെല്ലുവിളിയെ നേരിടുവാനായി സധൈര്യം മുന്നോട്ട് ഇറങ്ങിച്ചെന്നു എന്ന് കാണുന്നത് കൊണ്ട് സാധിക്കുന്നു. ഇവൻ ആരായിരുന്നു? ഒരു കൊച്ചു ദാവീദായിരുന്നു. ആ ദാവീദിന്റെ പ്രത്യേകത, അവൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയുന്നവനായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് ഒറ്റമൂലി പറയാം, സാത്താനെ ജയിക്കുവാനുള്ള ഒറ്റമൂലി ഇന്ന് രാത്രി അറിഞ്ഞിരിക്കട്ടെ. എല്ലാ ദിവസവും 2 നേരം സാത്താൻ നിങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ നിങ്ങൾ 3 നേരം മുഴങ്ങാലിൽ.